ഇത് മതി. ട്രീറ്റ്മെന്റിന് പറ്റിയ സ്ഥല. നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. വീരാൻകുട്ടി, പിന്നെ ഞാൻ പറയുന്ന അങ്ങാടി മരുന്നും പച്ചമരുന്നൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. പിന്നെ കൂടെ തന്നെ ഉണ്ടാവണം. ഒരുപാട് പണിയുള്ളതാണേ. എന്റെ പൊന്നു ഡാക്ടറെ, ഈ ദുനിയാവിലുള്ള ഏത് അങ്ങാടി മരുന്നും നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിക്കാം. പക്ഷെ പണി ദേ 2 കൈ കൊണ്ട് 10 ആളുടെ പണിയെടുത്തിരുന്ന ആളാ. ഇപ്പൊ ഒന്നല്ലേ ഉള്ളൂ. കൈക്കെന്ത് പറ്റി? സ്വാധീനമില്ല. എത്രയോ ആശുപത്രി കയറി ഇറങ്ങി, എന്തോ ഒരു ചികിത്സ നടത്തി, ഒരു ഫലവും ഉണ്ടായില്ല. ഞാനൊന്ന് നോയിക്കോട്ടെ. 101 ദിവസം 2 നേരം കഷായം നോക്കിക്കോ. അലോപ്പതിക്ക് പറ്റാത്തതാണ് ഇനി ആയുർവേദം. ഇവിടെയല്ലേ വേദന? അവിടെ തന്നെ. ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന ചൊല്ല്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മമ്മൂട്ടിയാ. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്ടർ മമ്മൂട്ടിയാ. സംശയം മാറിയില്ലേ? ഡോക്ടറുടെ കഴിവിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായില്ലേ? ചക്ക വീണു മൊയലി എത്തു. ഡോക്ടർ ഒരു മിനിറ്റേ. എന്തിനാണാവോ? ഡോക്ടറുടെ മുഖത്ത് ഒരു വിളർച്ച പോലെ. അത് വിളർച്ചയല്ല, ആ മോന്ത വലിച്ചതാ. ഹലോ, ഇത് ജനിച്ചപ്പോ മുതൽ ഇങ്ങനെ. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എത്ര കാലായി? എന്താണാവോ? ഒന്നുമില്ല. ഒരു CT സ്കാൻ എടുക്കുന്നത് നല്ലതാ. മുഖം നോക്കിയാണോ കണ്ടുപിടിച്ചത്? പ്രാരംഭഘട്ടത്തിൽ ചികിത്സിച്ചാൽ ഭേദമാവാവുന്നൊരു വലിയ ഡിസീസ് ഞാൻ ഡോക്ടറുടെ മുഖത്ത് കാണുന്നുണ്ട്. എന്ത് ഡിസീസ്? എല്ലാ മനുഷ്യർക്കും ഒരു ഹാലോ ഓറ ഉണ്ടാവില്ലേ? അത് ഉദ്ദേശിച്ച് പറഞ്ഞാണേ. ഈ ഹോലോയും ഓറയും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ഇങ്ങയുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാ ചെക്ക് ചെയ്യാം. എന്ത് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ. ഓ, വരൂ ഡോക്ടർ. ഉമ്മ, ബാപ്പയെ ചികിത്സിക്കാമെന്ന പുതിയ ഡോക്ടറാ. എന്താ സുഖം? കാലിന് വല്ലാത്തൊരു വേദന. ഞാനൊരു കുഴമ്പ് തരാം, അത് പുരട്ടിയാ മതി. ഉമ്മയ്ക്ക് 100 അസുഖങ്ങളാ. ഇന്ന് കാലിനാണെങ്കിൽ നാളെ കൈക്ക്. എന്നാ ഞങ്ങൾക്കറിയാം അസുഖം മനസ്സിനാണെന്ന്. ഇത്ത പോയതിനു ശേഷം ഉമ്മ ഇങ്ങനെയാ. നീ ചെയ്തു പോയ തെറ്റുകൾക്ക് നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. അതുപോലെ നിന്റെ സന്താനങ്ങൾ നിന്നോട് ചെയ്തു പോയ തെറ്റുകൾ നീയും പൊറുക്കുക. ഇന്നല്ലാഹു മഹസാബിൻ. നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവനോടൊപ്പമാകുന്നു. ഹജ്ജിന് പോകുന്നൊരു മുസൽമാന്റെ മനസാന്നിധ്യം ഉണ്ടാവണം അങ്ങേക്ക്. ശരീരവും മനസ്സും അള്ളാഹുവിന് സമർപ്പിക്കുക. പരിപൂർണ വിശ്വാസം എന്നിലും ഉണ്ടാവണം. ബാക്കിയെല്ലാം പടച്ചോന്റെ കൃപ. അതെ, മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി മോനെ. മമ്മൂട്ടി ഡോക്ടർ പറഞ്ഞ കറക്റ്റ് അല്ലേ? നോണ, എന്റെ ബോഡിയാ ബോഡി. എവിടെ കള്ളൻ? കിട്ടി. എനിക്കൊന്നുമില്ല. ഹലോ, എനിക്കൊന്നുമില്ല. തലയുടെ സ്കാനിങ് റിസൾട്ട് കിട്ടിയോ? അതും കിട്ടി. അതിനകത്തൊന്നുമില്ല. അതിനകത്തൊന്നുമില്ലെന്നറിയാം. പക്ഷെ വേറെ ചിലതിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രഷറും ഷുഗറൊക്കെ നോർമലാ. പക്ഷെ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലല്ലേ? ആര് പറഞ്ഞു? 450 ഇല്ലേ? ട്രൈഗ്ലിസറൈഡ് 550. അത് കൂടുതലല്ലേ? ഒരിത്തിരി. ഞാൻ പറഞ്ഞ വാല്യൂസ് ഒക്കെ കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ പറയണം. LFT-യിലെ ചെറിയ പ്രശ്നങ്ങളില്ലേ? ആര് പറഞ്ഞു ലിവർ ഫംഗ്ഷനിങ് ടെസ്റ്റില് ഫാറ്റി ലിവറിൽ കാണിക്കുന്നത്? ഇങ്ങനെ പോയ ലിവർ സിറോസിന് വലിയ താമസമില്ല കേട്ടോ. ഡോക്ടർ ഒന്നും പഠിച്ചിട്ടില്ലേ? അതിന് ഞാൻ കുടിക്കില്ല, വലിക്കില്ല. ഇതിന് വലിയും കൂടിയൊന്നും വേണ്ടല്ലോ. മട്ടനും ബീഫൊക്കെ നല്ലോണം അടിച്ചു കയറ്റുന്നില്ലേ? അത് മതി ഇത് വീർക്കാൻ. മൂത്രം നല്ല മഞ്ഞ കളറിലാണ് പോണത്. ഉറക്കമാണെങ്കിൽ തീരെ ഇല്ല. ഇതേപോലെ എല്ലാ അസുഖങ്ങളും തികഞ്ഞൊരാളെ എനിക്കറിയായിരുന്നു. അലോപ്പതിയിലായിരുന്നു ചികിത്സ. പക്ഷേ ആള് 3 മാസത്തിനുള്ളിൽ തട്ടിപ്പോയി. ഡോക്ടർ മമ്മൂട്ടി, Yes. ഈ ആയുർവേദത്തിൽ ഇതിന് വല്ല പരിഹാരവും ഉണ്ടല്ലോ. നായങ്കിരണ പരിപ്പും അമുക്കുരവും സമം ചേർത്ത് അയ്യോ, അവിടെ തേച്ചു വെക്കാനാ. ഡോക്ടർ എന്നെ രക്ഷിക്കണം. എന്നോട് ഇത്രയും ശത്രുത വിചാരിക്കരുത്. അറിവില്ലായ്മ മൂലം അല്പം അഹകരിച്ചു പോയി. അത് മനസ്സിലായി. പിന്നെ
ഇതാരും അറിയരുത്. ഇത് ഈ കൂടുതൽ ഇനി ആരറിയാൻ ദാ